എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ക്രിസ്മസ് ട്രീ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൽ നമ്മളൊരു ട്രീ റെഡിയാക്കി എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് വെക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ ഇത് കേർഡിലായിട്ട് കിട്ടും. ഇതാണ് ബട്ടർ മിൽക്ക്. അപ്പോൾ ശരിക്കും ഇത് വളരെ രുചിയുള്ളൊരു നല്ല ടേസ്റ്റുള്ളൊരു കേക്കാട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് വയ്ക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ റെഡിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മേടിച്ച അരിപ്പ എവിടെ നിന്ന് മേടിച്ചതാണെന്ന്. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതല്ല, ഈ വീട്ടിൽ ഒരാൾ കൊണ്ടുവന്നപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച കേട്ടോ. 250 രൂപ എങ്ങാണ്ടാണ് മേടിച്ചത്. അപ്പം ഈ അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഈ അരിപ്പയല്ല കേട്ടോ, നിങ്ങളുടെ ഏത് അരിപ്പയാണോ ഉള്ളത് ആ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും. ബേക്കിംഗ് സോഡയും സോഡാപ്പൊടിയും ഒന്നാണ്, എന്നാൽ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും രണ്ടും 2 സാധനമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഞാൻ ടീസ്പൂൺ അളവാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, മറക്കരുത് അത്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരിച്ച് തന്നെ എടുക്കണം, കാരണം ഇതിൽ എന്തായാലും ഡ്രൈ ലംസ് കാണും. ഡ്രൈ ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇനി അരിച്ചെടുത്ത ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ കൊക്കോ പൗഡർ ആയാലും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തണം. ഇനി നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്താലും മതി. ഇതേ അളവിന് തന്നെ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈനഡ് ഓയിൽ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ 1/4 കപ്പാണ് നമ്മൾ ബട്ടർ മിൽക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലും ഈ ബട്ടർ മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മുട്ട ചേർത്തിട്ടില്ല, മുട്ട ചേർക്കാം. നമുക്കൊരു 2 മുട്ടയാണ് ചേർക്കേണ്ടത്. രണ്ടും കൂടെ ഒന്നിച്ച് നിങ്ങൾ ചേർക്കരുത്, ഓരോന്ന് ചേർത്താൽ മതി. ഒരെണ്ണം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ടങ്ങ് ഇതിൽ കലർന്ന് കിട്ടണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത മുട്ടയും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിച്ച് എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചതും ചേർക്കണം. നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് മതിയാവും. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ബട്ടർ എസൻസ് ആണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാനൊരു 2-3 തുള്ളി ബട്ടർ എസൻസ് ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ചേർക്കുമ്പോൾ കേക്കിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതുപോലെ ഒരു സൈഡിലോട്ട് ആക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക കേട്ടോ. ഓവർ മിക്സിങ് പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഓവർ മിക്സിങ് പാടില്ല. ജസ്റ്റ് ഇത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ വീണ്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഞാനൊരു കാര്യം മറന്നു, ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിഞ്ഞില്ല, ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് എന്തായാലും ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തില്ലേ, മുട്ടയും ബട്ടർ മിൽക്കും ഓയിലും, അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വേണം നിങ്ങൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാരും മറക്കരുത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എഴുതിയിരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഇതുപോലെ നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം, പേപ്പർ മോൾഡ് വെച്ച് കൊടുക്കാം. ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് വെക്കാൻ പോകുന്നത്, ഓവൻ ഇല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ 1/4 ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4നേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ കൂടാൻ പാടില്ല. ഇത് ബേക്കായി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങുമ്പോൾ ഇതിനെക്കാട്ടിൽ തോനെ ആയാൽ നമുക്ക് പ്രശ്നമാവും. അപ്പം ഇത് നിറച്ചൊഴിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിനേക്ക് ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ OTG ഓവനിലാണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിലേക്ക് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. കൺവെക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഓവൻ ഇല്ലാതെ തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 3 4 ഇതുപോലുള്ള നമ്മുടെ കേക്കിൻ്റെ മോൾഡ് അടുക്കി വെക്കുക. കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു ടിന്നിലല്ലല്ലോ ഇത് വെക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ അടുപ്പിലോട്ട് ആദ്യം ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇഡലി കുട്ടുക ഇറക്കി വെച്ച് കൊടുക്കുക. സാധാരണ ഏത് പാത്രമാണെങ്കിലും ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു തട്ടുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ആദ്യം നിങ്ങൾ ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് തീ കൂട്ടിയിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി തീ കുറച്ചിടുക, എന്നതിന് ശേഷം ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഫിയോന വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അറിയാമല്ലോ എങ്ങനെ ബീറ്റ് ചെയ്യുന്നതെന്ന്. ഒരു 4 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ആദ്യം ലോ സ്പീഡിൽ ഇടുക കേട്ടോ. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് വേണം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതൊരു കേക്ക് ആണെങ്കിലും ക്രീം വിപ്പ് ചെയ്ത് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുക. എന്നതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോവത്തില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഇവിടെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിനി വേണ്ടത് കോണാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് നമ്മുടെ ബീച്ചിൽ ഞാൻ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇത് സാധാരണ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പീസുണ്ട്. നമുക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. ഇതിപ്പോൾ ഞാൻ ബീച്ചിൽ പോയ സമയത്ത് അവിടെ മേടിച്ച 20 പീസ് തന്നു. 50 രൂപയ്ക്കാണ് തന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ജെൽ കളറാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ക്രീമിൽ ചേർക്കുന്നത് ജെൽ കളർ തന്നെ ചേർക്കുക, അല്ലെങ്കിൽ ക്രീം ലൂസായി പോവും. അപ്പോൾ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസിങ് പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോണിലേക്ക് കോണൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഗ്രീൻ കളർ ചേർത്ത വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്യുക. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്യില്ലേ, അതുപോലെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുക.
അടുത്തതായിട്ട് ഞാൻ കുറച്ച് ക്രീം ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതേ ഇവിടെ നമ്മുടെ സ്റ്റാറിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ കംപ്ലീറ്റ് ആയി. മറ്റൊന്നുമല്ല, നമ്മൾ ഇതിന് നമ്മുടെ ആ ഒരു ലുക്ക് വരണ്ടേ, ക്രിസ്മസ് ട്രീയുടെ ലുക്ക് വരണ്ടേ. ഇനി അടുത്തത് കുറച്ച് ഷുഗർ നമ്മളെ പഞ്ചസാര പൊടി ഉണ്ടല്ലോ, അതൊന്ന് മേലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് വരും. ഞാൻ കുറച്ച് പഞ്ചസാര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇച്ചിരി കോൺഫ്ലോർ എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിനകത്തങ്ങ് മെൽറ്റായി ഇതിനകത്തങ്ങ് ചേരും. അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.